മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പറയുന്നില്ലെന്നും തുടർ നടപടികൾ സർക്കാർ തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാനായി കഴിഞ്ഞ നവംബറിലാണ് സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചത്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിനിടെ കമ്മീഷന്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി വരികയും ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. ഇതേ തുടർന്നാണ് കമ്മീഷൻ അതിവേഗം നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനിയിപ്പോൾ റിപ്പോർട്ടായത് ഇപ്പോഴാണ്. റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ റിപ്പോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് ഗവൺമെൻറ്റാണ് പറയേണ്ടത്. തീരുമാനങ്ങൾ എടുക്കണം. ഗവൺമെൻറ്റിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് പറയും. മുനമ്പം പ്രശ്നം മുൻനിർത്തി BJPയും കോൺഗ്രസും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചപ്പോൾ മുനമ്പം നിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോംവഴിയായിരുന്നു സർക്കാർ തുടക്കം മുതൽ തേടിയത്. ഭൂമിയിലുള്ള അവരുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് തർക്കത്തിന് പരിഹാരം ഇതായിരുന്നു സർക്കാർ ലൈൻ. സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരുപിടി നിർദ്ദേശങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. 600-ലധികം കുടുംബങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള പരിഹാരം സാധ്യമല്ല എന്നത് തന്നെയാണ് കമ്മീഷന്റെ നിലപാട്. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജ് എന്നിവരുമായി സർക്കാർ ചർച്ച നടത്തണം. ട്രിബ്യൂണലിൽ നടക്കുന്ന കേസ് മുനമ്പൻ നിവാസികൾക്കെതിരായാൽ സർക്കാർ അപ്പീൽ പോകണം. എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ സർക്കാരിനുള്ള അധികാരം ഉപയോഗിച്ച് സ്ഥലം ഏറ്റെടുക്കാനാകുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ നിർദ്ദേശിക്കുന്നു. വഖഫ് നിയമത്തിൽ ഇത് സാധ്യമാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.